നമസ്കാരം. ഒറ്റയാൾപ്പാത എന്നൊരു മലയാള സിനിമയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. സന്തോഷ് ബാബുസേനൻ, സതീഷ് ബാബുസേനൻ എന്നിങ്ങനെ രണ്ടുപേരാണ് ഇതിൻ്റെ രചനയും സംവിധാനവും. ഇതൊരു സാമ്പ്രദായിക മെയിൻ സ്ട്രീം കൊമേഴ്സ്യൽ സിനിമയല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫെസ്റ്റിവലുകളിലൊക്കെ പ്ലേ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള വർക്കാണെന്നാണ്. ഇതിൻ്റെ പറഞ്ഞു വരുമ്പം ഇതിൽ കുറച്ച് ഞാൻ പറഞ്ഞതിൽ കുറച്ച് സ്പോയിലറുകളുണ്ട്. അത് കുറച്ച് പഴയ സിനിമയാണ്. മാത്രമല്ല ഇത് സസ്പെൻസിൽ വർക്ക് ചെയ്യുന്നൊരു മൂവി അല്ലാത്തത് കൊണ്ടും ഐ തിങ്ക് ഇറ്റ്സ് ഓക്കെ ടു ടോക്ക് അബൌട്ട് ദി പ്ലോട്ട് പോയിൻറ്റ്സ്. ഈ സിനിമയുടെ പ്ലോട്ട് ഒരു അച്ഛനെയും മകനെയും അവർ തമ്മിലുള്ള ബന്ധത്തെ ചുറ്റിപ്പറ്റിയാണ്. ഇപ്പം സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും താഴ്ന്ന സ്ട്രാറ്റയിലുള്ള രണ്ട് പേര്, ഒരു ഫാമിലിയിൽ. അതിൽ അവർ ഒരു കോളനിയിലാണ് താമസിക്കുന്നത്. ദളിതരാണെന്ന് പറയുന്നുണ്ട്. അച്ഛൻ രോഗിയാണ്, വീൽ ചെയറിലാണ്. മകൻ എൻജിനീയറിങ് കഴിഞ്ഞ് ഒരു ജോലിക്ക് പോകാൻ വേണ്ടി ജോലിക്ക് പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നു. അപ്പം അയാൾക്ക് സാമ്പത്തികമായിട്ടും ജാതികമായിട്ടും ഉയർന്ന ശ്രേണിയിലുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് റൊമാൻറ്റിക് റിലേഷൻഷിപ്പുണ്ട്. ഈ പെൺകുട്ടിയോടൊന്നിച്ച് ബാംഗ്ലൂരേക്ക് ജോലിക്ക് പോകണോ വേണ്ടയോ എന്നുള്ള ഒരു മോറൽ ക്രൈസിസിലാണ് ഈ ചെറുപ്പക്കാരൻ. അപ്പോൾ ആ ഒരു ക്രൈസിസിലാണ് ഈ സിനിമ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് പറഞ്ഞു വരുമ്പം, ഇത്തരം സിനിമകൾ എടുത്തിട്ട് മറ്റു രാജ്യങ്ങളിലെ ഫെസ്റ്റിവലിലേക്ക് സബ്മിറ്റ് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഒരു കാര്യം, ഈ ഒരു മോറൽ ക്രൈസിസ് ഒക്കെ ഒരുപക്ഷെ ഇന്ത്യയിലെ ആൾക്കാർക്ക് മാത്രം മനസ്സിലാവുന്ന ഒന്നാണ്. പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്ന് ഒരാളെ ചിന്തിക്കുമ്പം ഹൗ ഈസ് ദിസ് എ മോറൽ ക്രൈസിസ് എന്നായിരിക്കും അവർ പൊതുവെ ആൾക്കാർ ചിന്തിക്കുക. അപ്പം ഈ ഒരു മോറൽ ക്രൈസിസ് പൊതുവെ മറ്റ് രാജ്യങ്ങളിലെ മറ്റ് കൾച്ചറുകളിലെ ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒന്നല്ല. അതൊരു വിഷയം. ഓക്കെ, ഇനി സിനിമയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ള ഇതാണ് സ്പോയിലർ ഞാൻ പറഞ്ഞത്. ഇപ്പം അവസാന സമയത്ത് ദിസ് യങ്സ്റ്റർ ഹാസ് ടു ലീവ് ദ നെക്സ്റ്റ് ഡേ. അപ്പം അച്ഛനോട് ഇയാൾക്ക് പറയാൻ മടിയാണ്, ഇങ്ങനെ പോകണം എന്ന് പറയാൻ മടിയാണ്. അതുകൊണ്ട് അയാൾ പറയുന്നില്ല. അതേസമയം പോയി കഴിഞ്ഞിട്ട് അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി അടുത്തുള്ള രണ്ടുപേരെ അയാൾ, ഒരു ഫാമിലിയിലെ രണ്ടുപേരെ അയാൾ കാശൊക്കെ കൊടുത്ത് റെഡിയാക്കി വയ്ക്കുന്നു. ഒടുവിൽ അയാൾ തീരുമാനിക്കുന്നു, ഓക്കെ എനിക്ക് പോകാൻ കഴിയില്ല, അച്ഛനെ ഇട്ടിട്ട് പോകാൻ കഴിയില്ല, അത് ശരിയല്ല എന്ന് ഈ ചെറുപ്പക്കാരൻ തീരുമാനിക്കുന്നു. ഇനി ഫോർമലി ഐ തിങ്ക് ഇറ്റ്സ് എ മൂവി വിത്ത് എ ഫോർമൽ ഇൻറ്റഗ്രിറ്റി. എന്ന് വെച്ചാൽ കുറേയൊക്കെ എൻഗേജിങ് ആണ്. നമ്മൾ ക്യാരക്ടേഴ്സിനെ നമ്മൾ കാണുന്നത് കൂടുതലും മിഡ് ഷോട്ടുകൾ അല്ലെങ്കിൽ മിഡ് ക്ലോസപ്പുകൾ ഈ ഒരു ഇത്രയും വളരെ ക്യാരക്ടർ പ്രോക്സിമിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്ലോട്ടാണ്, ഒരു നറേറ്റീവാണ്. അതിന് ആ ഒരു രീതിയിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ എൻഗേജിങ് ആണ് സിനിമ. ഫോർമലി എനിക്ക് ഇറ്റ്സ് ആൻ ഓക്കെ വർക്ക്. അതേസമയം വാട്ട് ദ മൂവി ആക്ച്വലി മീൻസ് എന്നുള്ളത് ഇച്ചിരി പ്രോബ്ലമാറ്റിക് ആയിട്ട് തോന്നുന്നു. അത് ഒന്ന്, ഈ ഒരു ഫിലിം ലാംഗ്വേജ്, ഈ സിനിമ മാത്രമായിട്ട് എടുത്തുവാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അതേസമയം ഈ ഒരു ഫിലിം ലാംഗ്വേജ് എന്തിനാണ് ഉപയോഗിച്ചത് എന്നുള്ള ഒരു ചരിത്രം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ലാംഗ്വേജ് എക്സാക്ട്ലി സിനിമ വെറൈറ്റി അല്ല, എന്നാൽ അതിൻ്റെ ചെറിയൊരു കുറച്ചുകൂടി ഫോർമലി റോവസ്റ്റ് വേർഷൻ എന്ന് പറയാവുന്നത്. അതായത് യൂറോപ്പിലെ ബെൽജിയത്തിൽ നിന്നുള്ള ഡാർഡൻ ബ്രദേഴ്സ്, UK നിന്നുള്ള കെൻ ലോച്ച്, പിന്നെ മൈക്ക് ലീ, ഇതുപോലുള്ള യൂറോപ്പിലെ സോഷ്യൽ റിയലിസ്റ്റ് ഫിലിം മേക്കേഴ്സ് 1980s മുതൽ കാര്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫിലിം ലാംഗ്വേജാണിത്. അതാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം സോഷ്യൽ റിയലിസത്തിൻ്റെ ഒരു ഫിലിം ലാംഗ്വേജ് എടുത്തിട്ട് ഒരു റൊമാൻറ്റിക് മൂവി ഉണ്ടാക്കുന്നതിനോട് എനിക്ക് ഇച്ചിരി ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ മൂവി ഒരു റൊമാൻറ്റിക് ആണ് എന്ന് വെച്ചാൽ പ്രണയം അല്ലെങ്കിൽ പ്രേമം വിഷയമാക്കുന്നു എന്നല്ല, മറിച്ച് ഒരു സജസ്റ്റീവ് ഓഫ് ആൻ ഐഡിയലൈസ്ഡ് വ്യൂ ഓഫ് റിയാലിറ്റി എന്ന അർത്ഥത്തിൽ അതിൻ്റെ ഭാവുകത്വം റൊമാൻറ്റിക്കാണ്. ഇനി എന്തുകൊണ്ടിത് റൊമാൻറ്റിക് ആകുന്നു എന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരു പ്രോഗ്രസീവ് വ്യൂവിൽ നിന്ന് നോക്കുമ്പം സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും താഴ്ന്ന അവസ്ഥയിലുള്ള ഒരാളുടെ അപ്വേർഡ് മൊബിലിറ്റിയാണ് നല്ല കാര്യം എന്ന് നമുക്ക് ഒരു പ്രോഗ്രസീവ് ഐഡിയോളജിയുള്ള ഒരാൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഓക്കെ, അതിനുള്ള സാഹചര്യങ്ങൾ ഈ ചെറുപ്പക്കാരനുണ്ട്. സാമ്പത്തികമായിട്ട് ഒരു IT ഒരു ജോലിയൊക്കെ ആയി കഴിയുമ്പം ഹി മൈറ്റ് പുൾ ഹിംസെൽഫ് ഔട്ട് ഓഫ് ദാറ്റ് സോഷ്യൽ എക്കണോമിക് സ്ട്രാറ്റ. അതേസമയം ഉയർന്ന ജാതിയിൽപ്പെട്ടൊരു പെൺകുട്ടികളുടെ വിവാഹത്തിലൂടെ ഒരുപക്ഷെ കാശ്മീരമയൊക്കെ ഒരു പരിധിവരെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചേക്കും. ഇതിനുള്ള അതിന് അയാളുടെ മുമ്പിൽ തടസ്സമായിട്ട് നിൽക്കുന്നത് അച്ഛനാണ്. ഓക്കെ, ഇങ്ങനെ ഒരു ഈ അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം തന്നെ അവർ തമ്മിൽ ചില്ലറ പിണക്കങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും പരസ്പരം സ്നേഹിച്ച് കൊല്ലുന്ന രണ്ടുപേരാണിത്.
അപ്പനും മകനും രണ്ടുപേരും ത്യാഗികളാണ്. മകൻ അപ്പന് വേണ്ടി സ്വന്തം കരിയറും എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നു. അപ്പൻ മകൻ്റെ കരിയറിന് വേണ്ടി സ്വയം മരിക്കാൻ തയ്യാറാവുന്നു. അത്രയും ത്യാഗിയായ രണ്ട് മനുഷ്യരാണ്. ഇതാണ് ഇതിൽ പറഞ്ഞൊരു ഐഡിയലൈസ്ഡ് വ്യൂ ഓഫ് റിയാലിറ്റിയാണ് സിനിമ മുന്നോട്ട് വെക്കുന്നതെന്നുള്ളത്. ഇനി ഇതിൽ വേറൊരു വിഷയം, ഈ സിനിമ മക്കളുടെ നല്ല കരിയറിനും ജീവിതത്തിനും വേണ്ടി ഭാരമാകാൻ സാധ്യതയുള്ള മാതാപിതാക്കൾ സ്വന്തം മരിച്ച് വഴി ഒഴിവാകണം എന്ന് സിനിമ പറയുന്നു എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരാൾ വായിച്ചെടുത്താൽ തെറ്റ് പറയാൻ പറ്റില്ല. അതായത് അങ്ങനെ ഒരു 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 അല്പം റിഗ്രസീവ് എന്ന് പറയാവുന്ന ഒരു ആശയം സിനിമ മുന്നോട്ട് വെക്കുന്നുണ്ടോ എന്ന് ഒരാൾക്ക് വേറെ ചിന്തിക്കാം. ഇനി വേറൊരു വിഷയം, ഇതുപോലെ ഒരു സോഷ്യൽ റിയലിസത്തിൻ്റെ ഫോർമാറ്റ് എടുത്തിട്ട് ഇതുപോലെ ഒരു ഷാലോ ആയിട്ടുള്ളൊരു വിഷയം, ഷാലോ ആയിട്ടുള്ള ഒരു ആഴമില്ലാത്തൊരു ആശയം അവതരിപ്പിക്കാൻ, കുറച്ചുകൂടി റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ആശയം അവതരിപ്പിക്കാൻ, അതിൽ തെറ്റുണ്ട് എന്നല്ല പറയുന്നത്. പക്ഷേ അത്തരം സിനിമ ചെയ്യുമ്പോൾ അത് ഒരു മനുഷ്യാവസ്ഥയെക്കുറിച്ചുള്ള ഒരു അന്വേഷണം, ഒരു എക്സ്പ്ലോറേഷൻ എന്നത് സാധ്യമാകാതെ ഒരു സന്മാർഗ കഥയായി പോകുന്നു, ഒരു ഉപദേശമായി പോകുന്നു. അതാണ് ഈ സിനിമയ്ക്ക് പറ്റിയൊരു പരാജയം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ഉപദേശത്തിന് മാർക്കറ്റുള്ള ഒരു സമൂഹത്തിൽ ഇത് അംഗീകരിക്കപ്പെട്ടേക്കാം. എന്നെ സംബന്ധിച്ചോളം ഐ തിങ്ക് ഇറ്റ്സ് ഫോർമലി ഓക്കെ, ബട്ട് അതിൻ്റെ മുന്നോട്ട് വെക്കുന്ന ആശയം ഇച്ചിരി റിഗ്രസീവ് ആണെന്നുള്ളൊരു, അല്ലെങ്കിൽ ഇച്ചിരി പഴയതാണ്, ഡേറ്റഡ് ആണെന്നുള്ളൊരു ആശയമാണ് എനിക്ക്. ഏതായാലും ഇത് വേറൊരു സിനിമയെക്കുറിച്ച് പറയണമെന്നുണ്ട്. ഇതുപോലെ അച്ഛൻ മകൻ തമ്മിലുള്ള ബന്ധം വിഷയമാക്കിയ വേറൊരു സിനിമ അടുത്ത കാലത്ത് കണ്ടിരുന്നു, വിത്ത് ഡോൺ പാലത്തറയുടെ വിത്ത്. അതിനെക്കുറിച്ച് അടുത്ത ആഴ്ച തന്നെ സംസാരിക്കണമെന്ന് കരുതുന്നു. ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ് വർക്ക്, ഈവൻ ദോ ഇറ്റ്സ് എ സിമിലർ സബ്ജക്ട് മാറ്റർ. അപ്പോൾ വീണ്ടും കാണാം. നന്ദി.